ബഹുമാനപ്പെട്ട വെള്ളാപ്പള്ളി നടേശന് കാര്യം മനസ്സിലായി എന്നുള്ളതാണ് സത്യം. എന്ത് വിചിത്രമായ വാദം അല്ലേ, എന്ത് രസമായ വാദം. അയ്യോ, ഈ സംസാരിക്കുന്നവരെ തീവ്രവാദിയെന്നും മിതമായി സംസാരിക്കുന്ന മിതവാദി എന്നും പറയുന്ന രീതിയിലേക്ക് വെള്ളാപ്പള്ളി നടേശൻ ഒതുങ്ങി എന്ന് പറഞ്ഞാൽ മതി. അപ്പം നമ്മൾ ഇപ്പം നാളത്തെ പ്രസംഗം ചിലപ്പോൾ ഈ ഒതുങ്ങി എന്ന് പറയുന്നതിൻ്റെ ഭാഗമായിട്ടാവാനാണ് സാധ്യത. നിങ്ങളൊന്നും ആരും എന്നെ ഒതുക്കാമെന്ന് വിചാരിക്കേണ്ട. 90 വർഷമായിട്ട് കേരളത്തിൻ്റെ അങ്ങേയറ്റം തുടങ്ങി ഇങ്ങേയറ്റം വരെ യാത്ര ചെയ്ത് ഈ വെള്ളാപ്പള്ളി എന്ന് പറയുന്ന ഞാൻ ഈ പറഞ്ഞ SNDP എന്ന് പറയുന്ന സമുദായത്തെ ഇങ്ങനെ വളർത്തി താരോലിച്ച് പര്യാപിച്ച് ഞാൻ സ്വത്തൊക്കെ ഉണ്ടാക്കി ഇങ്ങനെ ലാവിഷായിട്ട് ജീവിക്കുകയാണ്. അതിനെതിരെ നിങ്ങൾ വളരാൻ ആയിട്ടില്ല എന്നുള്ള നിലയ്ക്കാരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു കാര്യത്തിന് തീരുമാനമായല്ലോ, കേരളത്തിൽ തീവ്രവാദി എന്ന് പറഞ്ഞാൽ പ്രതികരിക്കാൻ ആളുണ്ടെന്നും അത് മനസ്സിലാവുമെന്നും ഇനി അത് പ്രതികരിച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ എനിക്ക് എന്തെങ്കിലും സംഭവിച്ചുകൂടായില്ല എന്നുള്ള നിലയിലേക്കുള്ള ധാരണ വരെ വെള്ളാപ്പള്ളി നടേശനും അത് വലിയൊരു കാര്യം തന്നെയാണ്. റിപ്പോർട്ടർ TVക്ക് അത്രയെങ്കിലും ചെയ്യാൻ പറ്റില്ല. കാരണം കേരളത്തിൽ ഒരു മാധ്യമം വിചാരിച്ചിട്ടും വെള്ളാപ്പള്ളി നടേശനെ ഒരു വാക്ക് പറഞ്ഞ കാര്യം തിരുത്തിക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. അത് ഞാൻ പറഞ്ഞതെല്ലാം പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇത് പറയുന്നത്. ഞാൻ പറഞ്ഞതൊന്നും മുന്നോട്ട് പോരാ കേട്ടോ, ഞാൻ പറഞ്ഞതൊക്കെ പറഞ്ഞതാണ് എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ പറയാണ്. ഞാൻ ഉദ്ദേശിച്ചത് മതതീവ്രവാദി എന്നുള്ളതല്ലോ, മിതവാദി എന്നുള്ളതാണ്. ഈ 90 വയസ്സായ അദ്ദേഹത്തെ ഇനി നമ്മളാരും തിരുത്താൻ പോകേണ്ട കാര്യമില്ല. പക്ഷേ അദ്ദേഹത്തിന് കാര്യം മനസ്സിലാകുന്നുണ്ട് കേട്ടോ, എന്തൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത് നടക്കാത്തത് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഇന്നലെ പറഞ്ഞു തന്നെയാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എന്നെ സംബന്ധിച്ചിടത്തോളം ഒറ്റ കാര്യമുള്ളൂ. എന്താണ് ഈ പറഞ്ഞ 7 AK-47 ഒക്കെ വെച്ചിട്ടുള്ള ആൾക്കാരുടെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഇടയ്ക്ക് മുസ്ലിങ്ങളെ ചീത്ത പറഞ്ഞാൽ ചിലപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് കിട്ടും എന്നുള്ള നിലയിലേക്ക് മാത്രം അതിനെ കണ്ടാൽ മതി. അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു കാര്യം അതിൻ്റെ അകത്തില്ല.